ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുരേഷ് അനാടൻ. എൻ്റെ ചാനലിൻ്റെ പേര് എക്സ് ആർമി സുരേഷ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കോഴി വളർത്തലും അതിൻ്റെ തീറ്റയെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വാഴയില, പപ്പയില, പിന്നെ വെളിയിൽ ഉള്ള ഒരു പുല്ല്, പിന്നെ ഈ താറാവ് എന്ന് പറയുന്നത് നമ്മളവിടെയൊക്കെ പറയും താറാവ് എന്ന് പറയും. അതും കോഴി നല്ലപോലെ തിന്നും. എന്നും നമ്മൾ തീറ്റ കൊടുക്കപ്പോഴും കോഴിക്കൊരു മുഷു വരുമില്ല. നമ്മൾ സ്ഥിരം ഒരു ആഹാരം തന്നെ കഴിച്ചാൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്ന കണക്ക് കോഴിക്കും നമ്മൾ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ വല്ലപ്പോഴും ഇല വർഗ്ഗങ്ങൾ കൊടുക്കുന്നത് നന്നായിരിക്കും. തീറ്റയിൽ ചോളവും കരിമ്പ്, മറ്റേ പയർ എല്ലാം കൂടെ ചേർത്തിട്ടൊക്കെ ഉള്ളതാണ് ഈ ലെയർ മാഷ് എന്ന് പറയുന്നത്. മുട്ടയിടുന്ന കോഴിക്ക് ലെയർ മാഷാണ് കൊടുക്കാറുള്ളത്. നമ്മൾ കോഴി വളർത്തുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ള, ഡെയിലി രാവിലെ നമ്മളെ ബക്കറ്റിലെ വെള്ളം മാറ്റുക. അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇതിനെ കോഴിക്ക് പിന്നെ മരുന്നുകളെല്ലാം നമ്മൾ വെള്ളത്തിൽ കൂടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഇമ്മ്യൂണിറ്റിക്കുള്ളത് കൊടുത്താൽ ഒരു 3 ദിവസം കൊടുത്തിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കാൽസ്യത്തിൻ്റെ കൊടുക്കുന്നു. പിന്നെ മാസത്തിൽ ഒരു പ്രാവശ്യം വയറിളവാൻ കൊടുക്കുന്നു. പിന്നെ പനിയ വല്ലതും വരുമ്പോൾ അതിന് വേറെ മരുന്ന്. അതുകൊണ്ട് ഈ മരുന്ന് എല്ലാം കൂടെ മിക്സ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഡെയിലി രാവിലെ ബക്കറ്റിലെ വെള്ളം മാറ്റുക. കോഴിക്കൂട്ടിലെ എൻ്റെ ഹൈടെക് കോഴിക്കൂടാണ്, നിങ്ങൾ കണ്ടാണല്ലോ. അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ മരപ്പൊടിയാണ് വാങ്ങിച്ച് ഇടുന്നത്. രാവിലെ മരപ്പൊടിയും കയറും. മരപ്പൊടി ഇട്ട് കഴിയുമ്പോൾ ഈ കോഴിക്കാട്ടിൽ താഴെ വീഴുന്നത് ഉണങ്ങുകയും ചെയ്യും. പിന്നെ വല്ലാത്തൊരു സ്മെല്ലും ഉണ്ടാവത്തില്ല. അതിൻ്റെ ഈർപ്പം മരപ്പൊടി വലിച്ചെടുക്കും. ഇത്രയൊക്കെയാണ്. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കോഴിയുടെ മരുന്നുകളെല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. തൽക്കാലം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വാഴയിൽ നിന്ന് നമ്മൾ വാഴ നട്ട് അതിൻ്റെ അടിയിൽ ഇതുപോലെ വാഴക്കന്ന് വരത്തില്ലേ, വാഴ കൊലച്ചില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ നമ്മൾ കോഴിക്കാണ് അരിഞ്ഞു കൊടുക്കുന്നത്. അതിനാണ് ഇത് ഇറക്കുന്നത്. അപ്പോൾ നല്ല കിളിരുവാണ്. കോഴി നല്ലപോലെ തിന്നുകയും ചെയ്യും. ഇതേപോലുള്ളത് കണ്ടിച്ചെടുക്കണം. വാഴയില, പപ്പയില, പിന്നെ ഇത് ആൺപപ്പയാണ്. ഇതിൻ്റെ ഇലയും കൂടെ പറിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഈ താറാവ് എന്ന് പറയുന്ന ഒരു പുല്ലുണ്ട് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്നുള്ളത് അറിഞ്ഞൂടാ. വീഡിയോ എടുത്തിട്ടില്ല. ഇനി അത് എന്തെങ്കിലും കാണിച്ചു തരാം. എല്ലാം നല്ല ഈ ഒരു പുല്ല്, ഇത് നമ്മളെ റോഡ് സൈഡിലൊക്കെ ഉള്ളതാണ്. ഇത് പൂവ് ഇതുപോലെ ഒരുതരം ഇളം മഞ്ഞ വെള്ള കളറായിട്ട് തോന്നും. ഇതാണ് ഇതിന്റെ ഇലയും നല്ലപോലെ തന്നെ. ശംഖുപുഷ്പത്തിന്റെ പൂവുകൾ ശംഖുപുഷ്പ നീലയാണ്. ഇത് വെള്ള തന്നെ ഉള്ളു. ആ രീതിയിലുള്ള പൂവാണ്. നിങ്ങളുടെ നാട്ടിൽ എന്തോ പേര് പറയുന്നുള്ളത് എനിക്കറിയില്ല. ഇത് ഞാൻ കുറച്ച് വാഴ ഇലയും പപ്പ ഇലയും എല്ലാം കൂടെ ആകും. ഒരു നേരം, അതായത് രണ്ട് നേരം ലെയർ മാഷ് കൊടുക്കും. ഒരു കോഴിക്ക് 50 ഗ്രാം വെച്ച്. അത് ഒരു ദിവസം 100-110 ഗ്രാം വരും. പിന്നെ നമ്മൾ ഈ ഉച്ചയ്ക്ക് ഉള്ളത് ഈ ഇലവർഗ്ഗങ്ങളാണ് കൊടുക്കുന്നത്. ഇലവർഗ്ഗങ്ങളൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ ഞവരയില ഉണ്ടല്ലോ, അതെന്തോ പറയുക, ഇതെല്ലാം അരിയാ നല്ലപോലെ. ഈ പപ്പയില ആദ്യം ഒരു പ്രാവശ്യം അരിഞ്ഞിട്ട് വീണ്ടും അരിഞ്ഞതിനെ കയ്യിലെടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ അരിയണം. ഇലയായിട്ട് ഇടുന്ന തിന്നത്തില്ല. അപ്പൊ ചുരുവിരോ അരിഞ്ഞു കൊടുക്കണം. രണ്ടാമത് നമ്മൾ അരിഞ്ഞ്
പിന്നെ വാഴയിലയും അതേപോലെ തന്നെ നല്ല ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കണം. മുടിയില അരിഞ്ഞ് വാഴത്തണ്ട് അതേപോലെ നല്ലതുപോലെ അരിഞ്ഞു കൊടുക്കുക. ഈ രീതിയിൽ അരിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ തിന്നും. ഇത് കൊത്തപ്പഴ് വരണം. കാര്യം ഇത് നമ്മൾ തുറന്നു വിടുന്ന കോഴിയാണെങ്കിൽ അത് ചെതഞ്ഞൊക്കെ തിന്നുമല്ലോ. ഇത് അതില്ലല്ലോ, കൊത്തി കൊത്തി തിന്നുന്നില്ല. അപ്പൊ അതിന് ഇല കിട്ടിയില്ലെങ്കിൽ ഇലയെല്ലാം കൂടെ കൊത്തി വെളി കളയും. അതുകൊണ്ട് കുഞ്ഞായിട്ട് അരിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് തിന്നോളും. കോഴിക്കൂടും പരിസരവും എപ്പോഴും നല്ല വൃത്തിയായിരിക്കണം. ഒരു പ്രാവശ്യം ആഹാരം കൊടുത്തിട്ട് അടുത്ത പ്രാവശ്യം ഇടുന്നതിന് മുമ്പ് നോക്കുക. ആഹാരം കൊടുക്കുന്ന പൈപ്പിൽ വേറെ പഴയതെല്ലാം ഉണ്ടെങ്കിൽ അതിനെ എടുത്ത് മാറ്റി ഒരു തുണി കൊണ്ട് തുറച്ചെടുത്ത് വീണ്ടും ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. നമ്മൾ കോഴിക്ക് പുല്ലിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ കോഴിക്ക് പുല്ലാണ് ഏറ്റവും ഇഷ്ടം. വാഴയിലയാണ് അതിന് ഏറ്റവും ഇഷ്ടം. അങ്ങനെ വാഴയില നമ്മൾ അരിഞ്ഞ് തോരൻ പോലെ മുറിച്ചാണ് കോഴിക്ക് കൊടുക്കുന്നത്. കോഴിക്ക് പുല്ല് ഭയങ്കര ഇഷ്ടമാണ്. കോഴിക്ക് വാഴയിലയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ നമ്മളിതാ വാഴയില തോരൻ പോലെ അരിഞ്ഞ് കോഴിക്ക് ഇട്ട് കൊടുക്കുന്നത്. കോഴി അടിപൊളിയായിട്ട് കൊത്തി 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 തിന്നുന്നു. എല്ലാ കോഴികളും മുട്ടയിട്ടാ? എല്ലാ കോഴി ഇട്ടില്ല, 15 കോഴി ഇട്ടു. നമ്മുടെ ചാനലിന്റെ പേര് എക്സ് ആർമി ലൈഫ്സ്റ്റൈൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കോഴിക്ക് പുല്ലിട്ട് കൊടുക്കുന്നതും മുട്ട പറക്കലുമാണ്. ആ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.